ഹായ് ഫ്രണ്ട്സ്, ആരി വർക്കിന് ആവശ്യമായ കുറച്ച് മെറ്റീരിയൽസ് ആണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് ആരി വർക്കിന് ആവശ്യമായ ഫ്രെയിം ആണ്. 16-ൻ്റെയോ 18-ൻ്റെയോ ഒരു ഫ്രെയിം ആവശ്യമാണ്. ഇത് സിൽക്ക് ത്രെഡ് ആണ്. ഇത് സെറി ത്രെഡ്. ഇതൊരെണ്ണം വാങ്ങിയാൽ സർക്കിൾ വരയ്ക്കുന്നതിനും ഫ്ലവർ വരയ്ക്കാനായി നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് ആവശ്യമായ നീഡിൽസ് ആണ്. ഇത് തുലിപ്പ് നീഡിൽ എന്ന് പറയും. ഇത് അയൺ നീഡിൽസ് ആണ്. തുടക്കക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇത് വളരെ എളുപ്പമായിരിക്കും. ഇത് 1 ത്രെഡിൻ്റെയും ഇത് 2 ത്രെഡിൻ്റെയും നീഡിലാണ്. ഈ നീഡിൽ ഷുഗർ ബീഡ്സ്, കട്ട് ബീഡ്സ്, 2 ബീഡ്സ് പോലുള്ള ചെറിയ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഇത് സർദോസിക്കായിട്ട് ഉപയോഗിക്കുന്നു. ത്രെഡ് പാത്രത്തിലിട്ട് ആരി സ്റ്റാൻഡിൻ്റെ താഴെ തറയിൽ വയ്ക്കുക, അല്ലെങ്കിൽ മടിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി. ത്രെഡിൻ്റെ അറ്റത്ത് നന്നായി കെട്ടിടണം, അഴിഞ്ഞു പോകാതെ തന്നെ ഇടണം. ഇത് തയ്യൽ മെഷീനിൽ ഉപയോഗിക്കുന്ന നൂലാണ്. ഈ നൂല് കൊണ്ട് വേണം ആരി ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യാൻ. എന്നിട്ട് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാവൂ. ഇതേപോലെ ഒരു പാത്രത്തിൽ ഇടുക. ഈ ത്രെഡ് ഇടതുകൈയിലാണ് പിടിക്കേണ്ടത്. ഈ 3 വിരലുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ പിടിക്കണം. ക്ലോത്തിൻ്റെ താഴെ വേണം ഇത് പിടിക്കാൻ. നീഡിലിൽ ത്രെഡ് കൊളുത്തി മുകളിലേക്ക് പൊക്കുക. ഇതുപോലെ കൊളുത്തി മുകളിലേക്ക് പൊക്കണം. നീഡിൽ താഴേക്ക് ഇറക്കി നേരത്തെ കാണിച്ചതുപോലെ ത്രെഡ് കൊളുത്തി മുകളിലേക്ക് പൊക്കുക. കുത്തുക, ചുറ്റുക, പതിയെ ചെരിച്ച് മുകളിലേക്ക് കൊണ്ടുവരിക. കുത്തുക, ചുറ്റുക, പതിയെ ചെരിച്ച് മുകളിലേക്ക് കൊണ്ടുവരിക. ക്ലോത്തിൻ്റെ മുകളിൽ എത്തുമ്പോൾ വേണം പതിയെ ചെരിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ. ഈ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീഡിലിൻ്റെ ഹുക്ക് പൊസിഷൻ ഇതുപോലെ ആയിരിക്കണം. തിരിച്ച് ചെയ്യുമ്പോൾ നീഡിലിൻ്റെ പൊസിഷൻ ഇതുപോലെയും സ്റ്റിച്ച് ചെയ്യണം.